കുറച്ച് മുന്തിരി കൊണ്ട് ഒത്തിരി ജ്യൂസ്. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മുടെ കയ്യിൽ കുറച്ച് മുന്തിരിയേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കൊരു 3 ആൾക്ക് ഉള്ള ജ്യൂസ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നല്ലൊരു ഡ്രിങ്കായിട്ടാണ് വന്നിരിക്കുന്നത്, മുന്തിരിങ്ങ ജ്യൂസ്. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഫുള്ള് ഇപ്പോൾ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇത് മറ്റേ കളറുള്ള മുന്തിരിയാണ്. ഇത് മാത്രം ഇട്ട് എങ്ങനെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് അതിലേക്കിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ അടിച്ചെടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ മുന്തിരി ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്തിരിയല്ലേ എടുത്തുള്ളൂ. ആ മുന്തിരി കൊണ്ട് നമുക്കൊരു 3 പേർക്കുള്ള മുന്തിരി ജ്യൂസ്, ഒരു 3 ഗ്ലാസ്, ഈ ഗ്ലാസ് അളവിൽ ഒരു 3 ഗ്ലാസ് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. ഞാനൊരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ നീരൊഴിച്ച് നമ്മൾ റെഡിയാക്കിയ മുന്തിരി ജ്യൂസ് ഒരു പകുതിയോളം ഒഴിക്കുക. പിന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, തണുത്തത്, അതും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 3 ഗ്ലാസോളം ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. മധുരം വേണ്ടവർക്ക് ഇത് നമ്മൾ ജ്യൂസ് കലക്കുന്ന സമയത്ത് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാനാണ്. പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.